ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിടക്കാച്ചി മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് ഞെക്കി വയ്ക്കുക. ഞാൻ ഇതുപോലത്തെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസും ടെക് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും കൂടുതൽ ഇടുന്നതാണ്. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും 5:30 കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ 50 രൂപ എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും അവസാനം വരെ കാണുക. അവസാനമാണ് ഇതിൻ്റെ വിഡ്രോ ഓപ്ഷൻസും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും പറയുക. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറുക, എന്നിട്ട് നിങ്ങളുടെ ബ്രൗസർ സെലക്ട് ചെയ്യുക. ബ്രൗസറിൽ നിങ്ങൾ ആ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ആ ലിങ്ക് നിങ്ങളെ പ്ലേ സ്റ്റോറിലോട്ട് റിഡയറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഗൈസ് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇവിടെ മേലെ കാണുന്ന ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ അതും ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അത് ഒരു മാസം കൊണ്ട് 200 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് 50 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏതാ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ആപ്ലിക്കേഷനിലോട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ലാംഗ്വേജിൻ്റെ സെക്ഷൻ പറയാം. ലാംഗ്വേജ് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷിനാണ് കുറച്ചുകൂടി ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷ് സെലക്ട് ചെയ്തവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ കുറച്ച് ന്യൂസസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും അത്ര ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസസ് അല്ല. ഇതിൻ്റെ ന്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിരിക്കും കാണാൻ സാധിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഏൺ മണി എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ പിടിച്ച് നിൽക്കുക. അവിടെ പിടിച്ച് നിൽക്കി കഴിഞ്ഞാൽ ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ചാക്കിലെ 25 രൂപ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഗെറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഗെറ്റ് നൗവിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പ്രോസസ്സാണ്. ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 റുപ്പീസ് ഓഫ് ക്രെഡിറ്റ് ലഭിക്കുന്നതാണ്. 25 റുപ്പീസാണ്, കോയിൻസ് അല്ല, 25 റുപ്പീസാണ്. അതായത് റിയൽ മണിയാണ്, ഇതിലത്തെ ക്യാഷ് അല്ല കേട്ടോ. റിയൽ മണി 25 റുപ്പീസ് ഓഫ് റിയൽ മണി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ ഫോൺ നമ്പറോ ഫേസ്ബുക്കോ വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ തന്നെ 25 റുപ്പീസ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാക്കി 25 റുപ്പീസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ബാക്കി 25 റുപ്പീസിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഏൺ മണി എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പ്രൈം, അതുപോലെ തന്നെ ന്യൂ യൂസേഴ്സ്, അതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഡെയിലി ഓഫേഴ്സ് അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ഈ ന്യൂ യൂസർ എന്ന് പറയുന്ന സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് തൊടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണ്ട് 2ാമതോ 3ാമതോ ആയിട്ട് എൻറ്റർ റെഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ കാണും. ആ ഓഫറിൽ നിങ്ങൾ എൻറ്റർ എന്ന് എഴുതിയിട്ടുള്ള ആ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾ അവിടെ നിന്ന് എഴുതുക. അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരക്ഷരം പോലും തെറ്റാതെ ഗൈസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ 25 റുപ്പീസ് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു എയറോ ബട്ടൺ കാണും. ആ എയറോ ബട്ടണിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ 25 റുപ്പീസ് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ 25 + 25 50 റുപ്പീസ്. ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇനി നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ടത്, മുകളിൽ തന്നെ ന്യൂ യൂസേഴ്സ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തല്ലോ, അതിൻ്റെ അപ്പുറത്തായിട്ട് ഡെയിലി ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഈ ഡെയിലി ഓഫേഴ്സിൽ ചെറിയ ഓഫേഴ്സ്, ചെറിയ കാര്യങ്ങളെല്ലാം, ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ഗെയിംസ്, കുറേ വിവരം കെട്ട ഗെയിംസ് ഇതിൽ കിടക്കുന്നുണ്ട്. അത് കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡെയിലി ചെക്കിനുണ്ട്. നിങ്ങൾ 7 ദിവസം ചെക്ക് ചെയ്യുകയാണെങ്കിൽ 8 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ അമ്പയില്ലാത്ത ഗെയിംസും കാര്യങ്ങളെല്ലാമാണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ പോവുക. അതിനുശേഷം നിങ്ങൾ പ്രൈം എന്ന് പറയുന്ന ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതായത് ഏറ്റവും ലെഫ്റ്റിൽ അറ്റത്തും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ അറ്റത്തോട്ട് പോവുക. അവിടെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അതിൽ വാച്ച് ട്യൂട്ടോറിയൽ ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ പിടിച്ച് നിൽക്കുവാണെങ്കിൽ 3 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 30 സെക്കൻഡ് നീളമുള്ള 3 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 3 വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 150 കോയിൻസ് കിട്ടുന്നതാണ്.
ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളും ചെറിയ വീഡിയോസും എല്ലാം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു ഓഫർ കൂടിയുണ്ട്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ 2000 കോയിൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യല്ല, വെറുതെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രം പോരാ, ജസ്റ്റ് നിങ്ങളുടെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് അയാൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് അയാൾ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2000 പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. 2000 പോയിൻറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ വരാവുന്നത് ഇതിൻ്റെ വിഡ്രോ ഓപ്ഷൻസ് ആണ്. വിഡ്രോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിഎമ്മിലോട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പേടിഎമ്മിലോട്ടോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പറ്റത്തില്ല, നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് പറഞ്ഞുതരാം. ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം 5 ഡേയ്സും മാക്സിമം 7 ഡേയ്സുമാണ് വേണ്ടി വരിക. വെറും 7 ഡേയ്സ് അല്ല, 7 ബിസിനസ് ഡേയ്സ് ആണ് വേണ്ടത്. അതായത് സൺഡേ കൂട്ടത്തില്ല, സൺഡേ കൂട്ടാതെ 7 ഡേയ്സ് വേണ്ടി വരും, 5 to 7 ഡേയ്സ് വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലെ KYC നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലാതെ തോന്നുന്നു, അതുപോലത്തെ ഇലക്ഷൻ വോട്ടർ ഐ ഡി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യാതെ ഈ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യലും, കാരണം നിങ്ങളുടെ ആപ്പിലുള്ള ക്രെഡിറ്റ് ഉണ്ടല്ലോ അതും പോവും. പിന്നെ നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവത്തില്ല, അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ക്യാഷും പോവും, ക്രെഡിറ്റ് ആവത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ KYC ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് KYC ചെയ്തതിന് ശേഷം മാത്രം വിഡ്രോ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള ഒരു കോയിൻ എന്ന് പറയുന്നത് ഇത് എത്ര റുപ്പീസാണെന്ന് നോക്കാം. ഒരു കോയിനല്ല, 1 റുപ്പി എന്ന് പറയുന്നത് എത്ര കോയിൻസ് ആണെന്ന് നോക്കാം. 250 കോയിൻസ് ആണ് 1 റുപ്പി. അതായത് നിങ്ങൾക്ക് 250 കോയിൻസ് ഉണ്ടെങ്കിൽ 1 രൂപ കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 രൂപ വേണേൽ നിങ്ങൾക്ക് 250 കോയിൻസ് വേണം. അപ്പോൾ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 2000 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ 2000 by 250 is equal 8 റുപ്പീസാണ് നിങ്ങൾക്ക് ഒരാളിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.